DFO ഓഫീസ് ആക്രമണ കേസിൽ PB അൻവർ MLAയുടെ ജാമ്യാപേക്ഷ നിലമ്പൂർ കോടതി പരിഗണിക്കുകയാണ്. കോടതി ആവശ്യപ്പെട്ട റിപ്പോർട്ട് പോലീസ് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. റിപ്പോർട്ട് കിട്ടിയ ശേഷം ഹർജി ഇന്ന് തന്നെ കോടതി വീണ്ടും പരിഗണിക്കും. അൻവറിന്റെ പ്രേരണയിലാണ് ഓഫീസ് അടിച്ചു തകർത്തത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. രാത്രി നീണ്ട നാടകീയ സംഭവങ്ങൾക്ക് ശേഷം അറസ്റ്റിലായ അൻവറിനെ 2:30യോടെയാണ് തവനൂർ ജയിലിലാക്കിയത്. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, ഇന്നലെ രാത്രി മുഴുവൻ നീണ്ട വളരെ നാടകീയമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായത്. അൻവർ ജയിലിലാണ്. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് ലഭ്യമാകാതെ പോയത്? മറ്റ് വിവരങ്ങൾ എന്താണ്? പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ അതിഗുരുതരമായ കാര്യങ്ങൾ തന്നെയാണ് PV അൻവറിനെ എതിരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് DFO ഓഫീസ് ആക്രമിച്ചതിൽ അൻവറിന്റെ സാന്നിധ്യവും പ്രേരണയുമുണ്ട് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. അത് 4 ഇടങ്ങളിലായി തന്നെ അത്തരം വിവരങ്ങൾ കൃത്യമായി പോലീസ് സൂചിപ്പിക്കുന്നു. അൻവറിന്റെ സാന്നിധ്യത്തിലും പ്രേരണയും തന്നെയാണ് ഈ ആക്രമണത്തിന് കാരണമെന്ന് അടിസ്ഥാനമാക്കി തന്നെയാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പൂർണ്ണമായും ഉള്ളത്. അതിനുശേഷമാണ് ഇന്ന് ഈ PV അൻവറിന്റെ ജാമ്യ ഹർജി നിലമ്പൂർ CJM കോടതിയിൽ പരിഗണനയ്ക്കായി പരിഗണനയ്ക്ക് വന്നപ്പോൾ പോലീസിനോട് വിശദമായ റിപ്പോർട്ടാണ് മജിസ്ട്രേറ്റ് ആവശ്യപ്പെട്ടു. പക്ഷേ പോലീസ് രാവിലെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നില്ല. മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിയത് ഈ റിമാൻഡ് റിപ്പോർട്ട് മാത്രമായിരുന്നു. അതുപോരാ, ജാമ്യം പരിഗണിക്കണമെങ്കിൽ വിശദമായ റിപ്പോർട്ട് ആവശ്യമുണ്ട് എന്ന് മജിസ്ട്രേറ്റ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാമെന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഞ്ച് ബ്രേക്കിന് വേണ്ടി കോടതി പിരിഞ്ഞിരിക്കുകയാണ്. ഇനി 2:30 മണിക്കാണ് കോടതി വീണ്ടും ചേരുന്നത്. 2:30ക്ക് ശേഷം ഈ അൻവറിന്റെ ജാമ്യാപേക്ഷ പോലീസ് നൽകുന്ന വിശദമായ റിപ്പോർട്ടിന് ശേഷം ജാമ്യാപേക്ഷ പരിഗണിക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. ഇന്ന് തന്നെ പരിഗണിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ പോലീസിന്റെ വിശദമായ റിപ്പോർട്ടിന് വേണ്ടി മാത്രം കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ കോടതി ഈ കാര്യത്തിൽ. സനീഷ്, നന്ദി ശാന്തൻ വിവരങ്ങൾക്ക്.